സഹൃദയരെ, അങ്ങനെ നമ്മുടെ ചെയിൻസോ മാൻ്റെയും ഒരു സിനിമ വന്നിരിക്കുകയാണ്. ആദ്യം തിയേറ്റർ വഴിയായിരുന്നു റിലീസായത്. ഞാൻ അപ്പോൾ തന്നെ കണ്ടതാണ്, പിന്നെ പറയാൻ പറ്റിയില്ല. ഇപ്പോൾ ഡിജിറ്റലി വെളിയിൽ വന്നിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്രണയകഥ, അതും ഒരു ഫീൽ ഗുഡ്, എടുത്തു പറയേണ്ട കാര്യമാണ്. യാതൊരുവിധ സ്പോയിലറുകളും ഞാൻ തരുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നായകൻ്റെ പേര് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതും സ്പോയിലറാണ്. അങ്ങനെ നമ്മുടെ കഥാനായകൻ ബോറടിച്ച് തെണ്ടി നടക്കുമ്പോഴാണ് നമ്മുടെ മേക്കമ്മ പറയുന്നത്, വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റിന് പോകാം, കേൾക്കേണ്ട താമസം ഓഫ് കോഴ്സ് വൈനോട്ട്, അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവൻ. അങ്ങനെ അവർ ഡേറ്റിന് പോയി. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അവൾ ആ സിനിമ എത്ര കാണിച്ച് ഒന്ന് രണ്ടൊന്നല്ല, ഒരു ചവർ കണക്കിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ ഇരിപ്പിന് മൊത്തം സിനിമ നടക്കും. ഓ പാവം, ചെറിയ പ്രാന്തായി പോയി കണ്ട് അങ്ങനെ അവർ മാനസികമായി അവൾ തളർത്തി കളഞ്ഞു. ഇനി അവൻ ഡേറ്റിന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവനെ ഡേറ്റിന് പോയി വിഷമം തീർക്കാൻ പിറ്റേന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി തെണ്ടി നടന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു മഴയൊക്കെ പെയ്തത്. അവനടുത്ത് കണ്ട ടോൾ ബൂത്തല്ലോ, ടെലിഫോൺ ബൂത്തിൽ കയറി അടയിരുന്നു. അപ്പോഴത് തികച്ചും യാദൃശ്ചികമായ ഒരു പെൺകുട്ടി അവൻ കയറി അതേ ടെലിഫോൺ ബൂത്തിൽ. പഴയ മലയാള സിനിമ പോലുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് മഴയൊക്കെയല്ലേ, സംസാരിച്ച് അവൻ്റെ അണ്ണാക്കിൻ്റെ ഒരു പൂക്കെടുത്ത് അവൾക്ക് കൊടുത്ത് അവളെ ഇമ്പ്രസ് ചെയ്തു. എന്തിനു പിടിച്ച എങ്ങനത്തെ പെണ്ണാണ് ദൈവം, വെറുതെ വായനെടുത്ത് പൂവെടുത്ത് വായിച്ച് കൈ വെച്ചേക്കണ്. എന്തോ ചെയ്യാൻ, പുതിയ കാലഘട്ടങ്ങളെ. അങ്ങനെ ഇത്രയും പരിചയപ്പെട്ട ഒരു ഫോർമാലിറ്റിക്ക് വെറുതെ ആ കുട്ടി പറഞ്ഞു, ഞാൻ അവിടെയുള്ള ചെറിയ ചായക്കടയിലാണ് വർക്ക് ചെയ്യുന്നത്, തങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചായ കുടിക്കാൻ ഇങ്ങോട്ട് വരാൻ കേട്ടോ. ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാണ് ആ കുട്ടി. അങ്ങനെ ടാറ്റ പറഞ്ഞ് ആ പെൺകുട്ടി അപ്പോഴേ പോയി. അപ്പോൾ അപ്പോഴും അവളെ വായി നോക്കി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളപ്പോൾ തന്നെ പോയി. അവൾ അങ്ങ് കടയിൽ കയറി ഒന്ന് ഡ്രസ്സ് മാറി തിരിച്ചിറങ്ങിയതും ദാ ഇരിക്കുന്നു അവൻ. സമ്മതിക്കണം അവന്, ഒരു എളുപ്പമില്ലെന്ന് പറഞ്ഞാൽ പോയി വരാൻ പറ്റാ അവിടെ ഇരിക്കണേ. അങ്ങനെ അവരിപ്പോൾ ചായ കുടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ടെലിഫോൺ ബൂത്തിൽ നിന്നും പൂവിലേക്കും, പൂവിൽ നിന്ന് ചായക്കടയിലേക്കും, ചായക്കടയിൽ നിന്ന് ചായയിലേക്കും, ഇനി അവിടെ നിന്നൊരു പ്രണയത്തിലേക്കുമായിരിക്കും ഇത് പോകുന്നത്. അങ്ങനെയാണല്ലോ. അങ്ങനെ അവൻ പ്രണയത്തിലേക്ക് തെന്നി വീഴുമോ എന്ന് അവൻ തന്നെ ഭയപ്പെടുന്നു. തൻ്റെ മാക്കി കളഞ്ഞ് താഴത്തെ വേറെ എടുത്തിട്ട് പിറകെ പോകുന്നു, ഉടുപ്പില്ലാത്തവൻ. എന്നാൽ അവിടെ കൊണ്ടൊന്നും ആ നാറി ചായ കൂടി നിർത്തിയില്ല. പിറ്റെന്നും അവിടെ തന്നെ വീണ്ടും ചായ കുടിക്കാൻ വന്നു. ആ പെണ്ണിനെ കാണാൻ വേണ്ടി തന്നെ, അല്ലാതെ വേറൊരു പട്ടി പോലും ആ കടകയറുന്നു ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. അങ്ങനെ അവരുടെ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി രാത്രി അവർ രണ്ടുപേരും കൂടി സ്കൂളിൽ പോകുന്നു. അവിടെയും പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. അവർ തമ്മിൽ പരസ്പരം ആദ്യാക്ഷരങ്ങൾ ബോർഡിൽ കുത്തിക്കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം അവർ സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കുന്നു രണ്ടുപേരും കൂടി. കുളി കഴിഞ്ഞതിന് ശേഷം അവിടെ വീണ്ടും മഴ പെയ്യുന്നു. മഴ ഒരു ശുഭലക്ഷണമാണെന്ന് തോന്നുന്നു പ്രണയത്തിന്. അങ്ങനെയാണല്ലോ ആദ്യം കണ്ടുമുട്ടിയതും ഒരു മഴ വീണ്ടും പ്രണയത്തിലേക്ക് നയിക്കുന്നു. അവിടെ വീണ്ടും ഒരു മഴ. പക്ഷെ അവിടെ പ്രതീക്ഷിക്കാതെ സംഭവിച്ചത്, ഇവളെ ഒരു വാടക കൊലയാളിയല്ല, ഏതോ ഒരു കൊലയാളി പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ കൊലയാളി നമ്മുടെ ഈ കുട്ടിയെ നോക്കി, അതായത് യുവതി, ഏതോ ഒരു കൊച്ചു പെണ്ണാണ്, എത്ര പ്രായമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എത്ര പറഞ്ഞായിട്ട് വരാറാണ്, അവളെ നോക്കി കത്തിയും പല്ലും നഖവും എല്ലാം കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവൻ. പല്ല് കാണിക്കുകയില്ല. ഇതെല്ലാം കൊണ്ട് പേടിച്ചേരേണ്ട നമ്മുടെ പെൺകുട്ടി രണ്ട് കരണം മറിഞ്ഞ് അവൻ്റെ തൊണ്ടയിലേക്ക് കഴുത്തോ കയ്യോ എന്തോ ഇറുക്കി അവനെ തറയിലേക്ക് ചരിച്ച് രണ്ടിറക്ക് അവൻ ചത്ത്. ശുഭം. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ആ കൊലപാതകത്തിന് ശേഷം ആ ആത്മനിർവൃതിയിൽ അവൾ നമ്മുടെ കഥാനായകനെ കാണാൻ പോവുകയാണ്. അവളെ കണ്ട അപ്പത്തിൻ്റെ അത് പേടിച്ച്, വെറുതെ പേടിച്ചത്, അവളെ ഓടി വഴിത്ത് നടന്നതല്ലേ, ആരെങ്കിലും പേടിച്ചു പോകും, രാത്രിയൊക്കെ അല്ലേ സമയം, സ്വാഭാവികം. അവിടെ നിന്ന് അവർ നേരെ പോകുന്നതും ഒരു പൂത്തിരിമേള കാണാൻ. അവിടെ വെച്ചായിരുന്നു അവൾ അവരോടുള്ള പ്രണയം തുറന്ന് പറയുന്നത്. പ്രണയം മാത്രമല്ല, ഒരു ചുംബനവും അതിചുംബനവും നൽകി അങ്ങനെ അവർ പ്രണയിക്കാൻ ആരംഭിക്കുന്നു. കടലിൽ വീണ് പ്രണയിക്കുന്നു, തറയിൽ കിടന്ന് പ്രണയിക്കുന്നു, ഇവിടെയെല്ലാം ഒക്കെ കിടന്ന് പ്രണയിക്കുന്നു. അവസാനം രാവിലെ ആയപ്പോൾ കടലിൽ നിന്നും നീന്തിക്കയറി അവനെ അവളോട് ചോദിക്കുകയാണ്, നമുക്ക് ഒളിച്ചോടിയാലോ? അവൾ അവനെ കരണം മാറി അടിക്കാത്ത തന്നെ വലിയ കാര്യം. കണ്ടിട്ട് 2 ദിവസം ആയാലും ഒളിച്ചോടിയാലത്. അവൾ അപ്പോഴേ പറഞ്ഞു, ഞാനില്ല, അപ്പോൾ ശരിയെന്നാ. അവൾ അപ്പോഴേ അതും പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അവൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, എന്നോട് ഒരു തരി സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഒളിച്ചോടണമെങ്കിൽ നാളെ നീ വീണ്ടും എവിടെയായിരുന്നത്, ചായക്കടയിൽ തിരികെ പറഞ്ഞ ഞാൻ അവിടെ കാത്തിരിക്കും. അവളുടെ മുഖഭാവങ്ങളിൽ നിന്നും വ്യക്തമാണ്, ഇവന് ഭ്രാന്താണ്. അതിനുശേഷം അവൾ ചെറിയൊരു മന്ദഹാസത്തിലൂടെ അവനെ ചെന്ന് ഒന്ന് ആലിംഗനം ചെയ്യുന്നു. ഒരു പക്ഷേ അവൾ ഇവരോട് വിട പറയുന്നതാവാം അതിലൂടെ. ഇതിനുശേഷം അവൾ നാട് വിടാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഇവരെ പേടിച്ചായിരിക്കും അവൾ നാട് വിടുന്നത്. അങ്ങനെ അവൾ ട്രെയിൻ കയറി നാട് വിടാൻ ഒരുങ്ങുമ്പോഴാണ് അവൻ അണ്ണാക്കിൽ നിന്നെടുത്ത് തന്ന പൂവിൻ്റെ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. അത് വെള്ളയിരുന്നത് ചോപ്പ് ചെയ്ത് ഇപ്പോൾ വഴി കിടന്നിട്ടായിരിക്കും. അങ്ങനെ അവൾ ട്രെയിൻ മുന്നിലൂടെ പോയപ്പോഴും ട്രെയിനിൽ കയറിയില്ല. അവൻ്റെ ഓർമ്മകൾ അവളെ അലയിടിച്ചു. അങ്ങനെ അവൾ തിരികെ പോയി ആ ചായക്കടയിലേക്ക്. അവനെ തേടി അവനവിടെ കാത്തിരിക്കുന്നുണ്ടാവും, പറഞ്ഞല്ലേ വരും, ഉണ്ടായിരിക്കും, കാണാൻ പറ്റില്ല. അങ്ങനെ അവൾ മന്ദം ഓടി ചെല്ലുമ്പോൾ ഏതാനും എലികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതായിരുന്നില്ല നമ്മുടെ സ്വന്തം മാക്കിമ. ഒരു പക്ഷേ മാക്കിമ ഇതെല്ലാം അറിഞ്ഞ് അവൾക്ക് അസൂയ കൊണ്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതായിരിക്കും രാക്ഷസി.
അങ്ങനെ അവസാന നിമിഷത്തിൽ അവരൊന്നിച്ച് ഒളിച്ചോടാൻ തുനിയുന്നതിന് മുമ്പ് ഈ താടക അവരെ മുമ്പിൽ വന്ന് കയറി. ആ പാവം ഇതുപോലെ അറിയുന്നുണ്ടോ ആവോ. അങ്ങനെ ഈ യുവതി അതും എട്ടും പൊട്ടും തിരിയാത്ത ഈ പെൺകുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ അവളുടെ കൈയ്യങ്ങ് വെട്ടിയവൾ. അയ്യോ. അതിനുശേഷം മാക്കിമയുടെ കൂടെ വന്ന ഏതോ ഒരു താടക, കൂടെയുള്ള താടക, നെഞ്ചിൽ നക്ഷത്രം അല്ല തലയിൽ നക്ഷത്രവും വളയൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, ദേവതയൊന്നുമല്ല, താടകം. അവളൊരു കുന്തമെടുത്ത് അവളുടെ നെഞ്ചത്തേക്ക് വരേറി. ക്രൂരമായ കാഴ്ച. അവനെ സ്നേഹിച്ചു എന്ന ചെറിയ തെറ്റിന് ഒരു മരണമാണോ ഇവൾക്ക് നൽകേണ്ട ശിക്ഷ? അവസാനം അവന് ഒരു നോക്ക് പോലും കാണാനാവാതെ അവൾ സ്വർഗത്തിലേക്ക്. ഇതൊന്നും അറിയാതെ നമ്മുടെ കഥാനായകൻ അവൾക്ക് വേണ്ടിയുള്ള പുഷ്പങ്ങളുമായി അവിടെ കാത്തിരിക്കുന്നുണ്ട്. പാവം, ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. അവന് വേണ്ടി അവൾ അവിടെ എത്തിയ കാര്യം അവൻ അറിഞ്ഞില്ല. എന്നാൽ അവൾക്ക് വേണ്ടി അവനോട് കാത്തിരിക്കുന്ന കാര്യം ഇവളും അറിഞ്ഞു കാണും, അവൾ കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പരസ്പരം ഒന്നും അറിയാതെ അവർ മരണത്തിലേക്ക്. ഈ നിമിഷങ്ങളിൽ നമുക്ക് മാക്കിമേനെയും തള്ളയ്ക്ക് വിളിക്കാനും അവളെ അച്ഛനെ വിളിക്കാനും അവനെ പച്ചയ്ക്ക് വലിച്ചു കയറാനൊക്കെ തോന്നും. നമ്മളത് കടിച്ചമർത്തണം. ഇനി മാനസികമായി തളർത്തിയ ഒരു സിനിമയായിരുന്നു. സ്വാഭാവികം, ആദ്യം ഒന്ന് രസിച്ചൊക്കെ വന്നതായിരുന്നു. മാനസികമായി അമ്മാരനെ തളർത്തി കളഞ്ഞു. പിന്നെ ഈ കവിതാക്കൾ തമ്മിൽ ചെറിയൊരു തർക്കവിഷയം ഉണ്ടാകുന്നുണ്ട്. അതിന് വലിയ പ്രസക്തിയില്ല, പ്രണയമാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ചെറിയൊരു കശവിശ ഇടയ്ക്കുണ്ടാകുന്നുണ്ട് അതിനെപ്പറ്റി. അത് നിങ്ങൾ സിനിമ കാണാൻ മനസ്സിലാവും. ചെറിയൊരു കശവിശ, അതിനെപ്പറ്റി വലിയ സംസാരിക്കേണ്ട പ്രാധാന്യം കൊണ്ട് തോന്നില്ല എനിക്ക്. കപ്പിൾസ് അല്ലേ, സ്വാഭാവികം. ഇടയ്ക്കിങ്ങനെ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായി എന്നൊക്കെ വരും. അതൊക്കെ നമ്മൾ കണ്ടിൽ നിന്ന് അടിക്കണം. അപ്പോൾ സഹൃദയരെ, നമുക്ക് വിട പറയാനുള്ള സമയം അഗതമായിരിക്കുകയാണ്. തികച്ചും വേദനാജനകതയോടെയാണ് ഈ സിനിമ ഞാൻ കണ്ടു തീർത്തത്. ഭയങ്കരമായിരുന്നു. നല്ലൊരു ലവ് സ്റ്റോറി ആയിരുന്നു, അതും ഫീൽ ഗുഡ്. അത് പ്രത്യേകം പറയണം. അപ്പോൾ നമുക്ക് വിട പറയാനുള്ള സമയം അഗതമായിരിക്കുകയാണ്. ഇത്രയും നേരം ക്ഷമാശയിലായി നമ്മളൊപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും വരിക. വളരെ നന്ദി. വീണ്ടും വരാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.